കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ KC വേണുഗോപാലിനായി നീക്കം സജീവമാക്കി മുതിർന്ന നേതാവ് K. സുധാകരൻ. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം മല്ലികാർജ്ജുൻ ഖർഗെ നേരിൽ കണ്ടറിയിച്ചെന്ന് സമ്മതിച്ച് K. സുധാകരൻ. ഭരണപരിചയവും ചടുലമായ പ്രവർത്തന ശൈലിയും പരിഗണിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. അപ്പോൾ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം KC വേണുഗോപാലിനെ ഉദ്ദേശിച്ചാണ്. അതിന് എന്താണ് മറുപടി പറഞ്ഞതെന്ന് കൂടി നമുക്ക് കേൾക്കാം. തന്റെ അഭിപ്രായം തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ താൻ എന്തിനാണ് ജീവിക്കുന്നതെന്നും കൂടിക്കാഴ്ചയിൽ തൃപ്തനാണെന്നും സുധാകരൻ വ്യക്തമാക്കി. സുധാകരൻ പറഞ്ഞതുകൂടി കേൾക്കാം. പാർലമെന്റിന്റെ അകത്ത് വെച്ച് കണ്ടതാണ്, സംസാരിച്ചതാണ്. രമേശ് ചെന്നിത്തലയെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ആയ നേതാവാണ്, പാരമ്പര്യമായി കുറേ കാലത്ത് പഴക്കേണ്ട ഒരാളാണ്. ആ തലത്തിലാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് ആവശ്യം ചടുലമായ പ്രവർത്തനമാണ്. നമ്മളൊരു മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കരുത്ത്, ഡിസിഷൻ അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ് ഇപ്പം നമുക്ക് ആവശ്യം. കാരണം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലേക്കാണ് വരുന്നത്. KC വേണുഗോപാലാണ്. അതെ, അതാണ് എൻ്റെ കാര്യം. എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാനിന്ന് ഇവിടെ ജീവിക്കുന്ന രാഷ്ട്രീയത്തിൽ ഞാൻ എവിടെയും മൈക്ക് വെച്ച് പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ വാർത്ത നിങ്ങളാണ് ജനങ്ങളിലേക്ക് കൊടുത്തത്. നോബൽ ബാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നോബൽ ബാരിക്കാരൻ, ആദ്യം രമേശ് ചെന്നിത്തലയാണ് K. സുധാകരൻ പിന്തുണച്ചത്. പിന്നീട് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിലേക്ക് എത്തി. ഇപ്പോൾ ദില്ലിയിലെത്തിയ ഹൈക്കമാൻഡിനെ കണ്ട് KC വേണുഗോപാലിന് വേണ്ടി വാദമുന്നയിച്ചിരിക്കുകയാണോ K. സുധാകരൻ? K. സുധാകരന്റെ പൂർണ്ണ പിന്തുണ KCക്കാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺ, കേരളത്തിലെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച ഇപ്പോൾ ഹൈക്കമാൻഡ് തലത്തിലേക്ക് കൂടി K. സുധാകരൻ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വലിയ തരത്തിൽ കോൺഗ്രസിൽ ഈ മുഖ്യമന്ത്രി ചർച്ച ആളിക്കത്തിയത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി ആരാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് KC വേണുഗോപാൽ എന്നാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അക്കാര്യം കൃത്യമായി തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ അറിയിച്ചിരിക്കുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നു. താൻ നേരത്തെ രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറഞ്ഞത്. ഭരണപരിചയം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല താൻ അക്കാര്യത്തിൽ പിന്തുണച്ചത്. പക്ഷേ ഇപ്പോൾ ചടുലമായ പ്രവർത്തനം കൂടി ആവശ്യമാണ്. അതുകൊണ്ട് KC വേണുഗോപാലിന്റെ പേര് പറയുന്നു എന്നാണ് K. സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇത് കോൺഗ്രസിൽ, പ്രത്യേകിച്ച് സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ സണ്ണി ജോസഫ് ആകട്ടെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാകട്ടെ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇപ്പോഴത്തെ ചർച്ചകൾ ആവശ്യമില്ല, ഇത് അനാവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലാണ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ഒരു നേതാവ് ഇങ്ങനെ ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് ഹൈക്കമാൻഡിന്റെ അടുത്തെത്തിക്കൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം, തന്റെ നിലപാട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന നിരവധി നേതാക്കൾ VD സതീശനുണ്ട്, അതോടൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുണ്ട്. സ്വാഭാവികമായും K. സുധാകരൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് വലിയ അതൃപ്തി ആ സംഘത്തിനുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും നേരിട്ട് മല്ലികാർജ്ജുൻ ഖർഗെയെ കണ്ടുകൊണ്ട് KC വേണുഗോപാലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമാണ് K. സുധാകരൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് തന്റെ അഭിപ്രായം തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ താൻ എന്തിനാണ് ജീവിക്കുന്നത് കൂടി അദ്ദേഹം ചോദിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വോട്ടെണ്ണൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ദില്ലിയിൽ എത്തി K. സുധാകരൻ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആദ്യം വോട്ടെണ്ണണം, വോട്ടെണ്ണി ജയിക്കണം, അതിനുശേഷമല്ലേ മുഖ്യമന്ത്രി എന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. മറുഭാഗത്ത് വനവാസം എന്ന് പേരിട്ട ഒരു റിസോർട്ട് ഉദ്ഘാടനം ചെയ്യാനായി VD സതീശൻ പോകുന്നു. ദില്ലിയിലെത്തി K. സുധാകരൻ ഇപ്പോൾ ഹൈക്കമാൻഡിനെ കണ്ട് KC വേണുഗോപാലിന് വേണ്ടി വാദമുന്നയിക്കുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി താൻ പറഞ്ഞു എന്ന് സമ്മതിക്കുന്നു. ഇതാണ് ഇത്രയും സംഭവിച്ചിരിക്കുന്നത്.